സിനിമയിൽ വില്ലൻ എന്ന വാക്ക് കേട്ടാൽ ഭയം, ക്രൂരത, പ്രതികാരം ഇതൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ മലയാള സിനിമയിൽ വില്ലന്മാർ ഭീഷണിയേക്കാൾ ശക്തമായി നമ്മളെ ചിരിപ്പിച്ചു. അവർ വില്ലന്മാരായിരുന്നു, പക്ഷേ അവരുടെ ഭീകരതയേക്കാളും നമ്മൾ ഓർത്തു വെച്ചത് അവരുടെ കോമഡിയാണ്. ഭയം ഉണ്ടാക്കേണ്ട ഇടങ്ങളിൽ പോലും ചിരി സമ്മാനിച്ച കഥാപാത്രങ്ങൾ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മല്ലു തിങ്കരാജ്. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് മലയാള സിനിമയിലെ ചിരിപ്പിച്ച വില്ലന്മാരെ കുറിച്ചാണ്. 2019 വലിയ വിജയമായ ചിത്രം കുമ്പളങ്ങി നൈറ്റ്സിലെ ഷമ്മി എന്ന കഥാപാത്രം. പല തന്തയ്ക്ക് പറഞ്ഞത്, ഞാൻ ഒറ്റ തന്തയ്ക്ക് പറഞ്ഞത്. ഓക്കെ, അങ്ങനെ പല തന്തയ്ക്ക് പറഞ്ഞാൽ ടെക്നിക്കലി പോസിബിൾ അല്ല കേട്ടോ. എല്ലാവർക്കും ഒരു തന്തേ ഉള്ളൂ. സ്വന്തം ചേട്ടനെ പോലെ സംസാരിക്കുന്നത്. ഏത് ടൈപ്പ് ചേട്ടനാണെങ്കിലും മര്യാദയ്ക്ക് സംസാരിക്കണം. രണ്ടായിരത്തി ജഗതി ശ്രീകുമാർ പ്രധാന വില്ലൻ വേഷത്തിലെത്തിയ സിനിമ മീശ മാധവൻ. ഒഴിച്ചു കൊടുക്കണം. മനുഷ്യനും മനസ്സമാധാനമായിട്ടെടുത്തു. പുരുഷ എന്നെ അനുഗ്രഹിക്കണം. 1987 പുറത്തിറങ്ങിയ സിനിമ നാടോടിക്കാറ്റിലെ ക്യാപ്റ്റൻ രാജുവും തിലകനും. നാടൻ മലപ്പുറം കത്തി മുതൽ അൾട്രാ മോഡേൺ മിഷൻ കണ്ട് 5 കിലോമീറ്റർ ദൂരത്തേക്ക് സൂം ചെയ്തു അങ്ങനെ പവനായി ശവമായി. എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്, ഒലക്കര മൂട്. 2005 പുറത്തിറങ്ങിയ പാണ്ടിപ്പട സിനിമയിലെ ദുരയണ്ണൻ പ്രകാശ് രാജ്. Let us talk about your bloody 30 acres land. Talk about your bloody 30 acres land. Come on. Come on, man. സ്കൂളിന്റെ പഠിച്ച കുട്ടി ആരെങ്കിലും ഉണ്ടോടാ നിന്റെ കൂടെ? ചൊല്ലടാ, ചൊൽ. 2005 പുറത്തിറങ്ങിയ കൊച്ചി രാജാവ് എന്ന സിനിമയിലെ പ്രധാന വില്ലൻ വിജയരാഘവൻ. സ്റ്റുഡൻസിന്റെ അടുത്താണോടോ തന്റെ കളി? പൂത്താങ്കിരി വണ്ടി വേണമെങ്കിൽ കോളേജിൽ നിർത്തോ. ഇതാ മുതലാളി ഞാൻ വേണ്ട വേണ്ടാന്ന് പലവട്ടം പറഞ്ഞത്. ഇമാതിരി ചവിട്ടന്റെ ലൈഫിൽ ആദ്യമായിട്ട് കാണുക. വല്ലതും പറ്റിയ ചേട്ടായി മുണ്ടില്ല. അതും ഇതിൻ്റെ പാർട്ട് 2 വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.